സാജു കണ്ണന്തറ. ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 2-3 പഞ്ച് നടത്തി. അതിൽ തന്നെ ഏകാധിപത്യം വീഴണം, 140 കോടി ജനങ്ങളും ഏകാധിപത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങണമെന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഈ മോദി മാറും, പകരം അമിത്ഷാ വരുമെന്നും പറഞ്ഞതിനാണ് BJPക്ക് മറുപടി പറയേണ്ടി വന്നത്. ഒപ്പം യോഗി ആദിത്യനാഥിനെ മാറ്റും എന്നൊരു അടി കൂടി അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ രംഗമൊന്ന് കലക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ? ഇത് ഇലക്ഷൻ രംഗം കലക്കാൻ വേണ്ടിയല്ല അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കാരണം BJPയുടെ പോളിസിയാണ് 75 വയസ്സിന് ശേഷം ആ നേതാക്കന്മാർ റിട്ടയർ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ മാറി നിന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ നിലപാട് അതായതുകൊണ്ടാണ് ഈ വരുന്ന ഡിസംബറിൽ 75 വയസ്സ് തികയാൻ പോകുന്ന നരേന്ദ്രമോദി ഈ ഇലക്ഷനിൽ വോട്ട് നേടുന്നത് അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ജൂൺ 4-ന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അത് നരേന്ദ്രമോദിജിയോ അമിത്ഷായോ അല്ല. കാരണം അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ അതായത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതുവരെ ഇന്ത്യ സഖ്യം ഒരു പ്രതീക്ഷയാണ് വെച്ചുകൊണ്ടിരുന്നത്. കാരണം അടുത്ത ഭരണം അത് ഇന്ത്യ മുന്നണിക്ക് ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. 300 സീറ്റിലധികം നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാതെ ചില പുലമ്പുകൾ മാത്രമാണ് ഇന്ന് നരേന്ദ്രമോദിജി പ്രൊഫസർ സാജു പ്രസ്താവന. ഇപ്പോ അക്കാര്യത്തിലൊക്കെ ശരിയാണ്. ഇപ്പോൾ കെജ്രിവാളിന് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനൊക്കെ പറ്റും, അതിന് BJPക്ക് മറുപടി പറയാം. അതിനപ്പുറത്ത് ഇപ്പോൾ നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെ ബെസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത് ഡൽഹിയിൽ 7 സീറ്റും പഞ്ചാബിൽ 14 സീറ്റും അല്ലേ ഉള്ളൂ. അതും തന്നെ ഡൽഹിയിൽ സഖ്യമാണ്. ഇപ്പോൾ ആകപ്പാടെ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്ന, അതായത് സ്വാധീനമുള്ള എല്ലായിടത്തും ജയിച്ചാൽ പോലും 20 സീറ്റ് തികയാത്ത ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ വലിയൊരു ചേഞ്ച് 300 ഉറപ്പാക്കാൻ പറ്റുക? കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഈ ഇലക്ഷനിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല കേജ്രിവാൾജി വോട്ട് ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിലുള്ള ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടിയാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രിയാകാനോ എനിക്ക് പ്രധാനമന്ത്രിയാകാനോ അല്ല ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യയിലെ അഴിമതി സംവിധാനം അത് തുടച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് അഴിമതിക്ക് മുന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദിജി അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. അദ്ദേഹം കുറച്ച് വാഗ്ദാനങ്ങൾ മാത്രമാണ് കാലങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം എന്താണ് നരേന്ദ്രമോദിജിയുടെ ഈ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാരണം 10 വർഷമായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്. മോദിജിയുടെ ഗ്യാരണ്ടി ഒരുപക്ഷെ അത് തന്നെയായിരിക്കും BJPയുടെ ഈ പരാജയത്തിൻ്റെ അവസാനത്തെ ആണി അടിക്കുന്നതിന് ഒരു ആയുധമായി മാറുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ കീഴിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നു ചേർന്നിരിക്കുന്നത് അത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കാരണം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം തുടരണം എന്ന ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് വിവിധ പ്രതിപക്ഷ കക്ഷികൾ കടന്നു വന്നിരിക്കുന്നത്.